ഹായ് ഓൾ, വെൽക്കം ടു ജി സ്റ്റോക്ക് അക്കാഡമി. നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ സക്സസ് ആകുന്നതിൻ്റെ 3 എമ്മുകളെ കുറിച്ച് നമ്മൾ മുൻപ് ഡിസ്കസ് ചെയ്തിരുന്നു. മൈൻഡിനെ കുറിച്ചുള്ളൊരു പഠനം, മണി മാനേജ്മെൻറ്റിനെ കുറിച്ചുള്ളൊരു പഠനം, പിന്നെ മൂന്നാമത്തത് മെത്തേഡ് എന്ന് പറയുന്നൊരു സംഗതി. മെത്തേഡ് എന്ന് പറഞ്ഞാൽ നോളേജ് ആണ് ഉദ്ദേശിക്കുന്നത്, സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ നോളേജാണ്. ആ നോളേജിന് മെത്തേഡിന് നമ്മൾ മുൻപ് പറഞ്ഞ കാര്യങ്ങളിൽ പറഞ്ഞിരുന്നു 100-ൽ 10 മാർക്കേ മെത്തേഡ് അഥവാ നോളേജിന് സ്റ്റോക്ക് മാർക്കറ്റിൽ സ്ഥാനമുള്ളൂ എന്ന് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. 100 മാർക്കിൻ്റെ പരീക്ഷയ്ക്ക് 10 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ നോളേജ് സൈഡിൽ നിന്ന് സ്റ്റോക്ക് മാർക്കറ്റിലേക്കുള്ളൂ. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ടൈമും സ്റ്റോക്ക് മാർക്കറ്റിൽ നോളേജ് എടുത്തു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമ്മൾ ഫെയിലിയർ ആകും. അതുകൊണ്ടാണ് പല ആളുകളും ഞാൻ നല്ല അക്കാഡമിയിൽ നിന്ന് പഠിച്ചിട്ട് പോലും ഞാൻ ഫെയിലിയർ ആണ്, എനിക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ സമ്പാദിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നതിൻ്റെ പ്രധാന കാരണം നോളേജ് അഥവാ സ്ട്രാറ്റജിയിൽ മാത്രം ഫോക്കസ് ചെയ്ത് നിന്നാൽ ഡെഫിനറ്റ്ലി നമ്മൾ ഫെയിലിയർ ആകുമെന്ന് പറയുന്ന ഒരു അറിവാണ് നമ്മളിപ്പോൾ ഇവിടെ ഷെയർ ചെയ്യുന്നത്. ദാറ്റ് മീൻസ് സ്റ്റോക്ക് മാർക്കറ്റിൽ നോളേജിന് 10 മാർക്കേ ഉള്ളൂ. പക്ഷേ ആ 10 മാർക്കിന് വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ ഒരു കോമ്പിനേഷൻ ആവശ്യമാണ്. എങ്ങനെയാണ് ആ നോളേജ് എടുക്കേണ്ടത് എന്നുള്ളതാണ്. നോളേജിനെ നമുക്ക് 3ആയിട്ട് ഡിവൈഡ് ചെയ്യാം. സ്റ്റോക്ക് മാർക്കറ്റിൽ നോളേജ് എടുക്കുമ്പോൾ 10 മാർക്കിനാണെങ്കിൽ പോലും നോളേജ് എടുക്കുമ്പോൾ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് എടുക്കണമല്ലോ. അപ്പോൾ അതിന് ആ നോളേജ് നമുക്ക് 3ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഏതാണ് ആ 3 ക്വസ്റ്റ്യൻസ്? ക്വസ്റ്റ്യൻ നമ്പർ 1 എന്ന് പറയുന്നത് വാട്ട് ടു ബൈ എന്നുള്ളതാണ്. ഏത് ഷെയർ ഞാൻ വാങ്ങിക്കും എന്ന് പറയുന്നത്. ആ ഏത് ഷെയർ ഞാൻ വാങ്ങിക്കും എന്ന് പഠിക്കുന്ന ആ പരിപാടിയുടെ പേരിനെയാണ് നമ്മൾ ഫണ്ടമെൻ്റൽ അനാലിസിസ് എന്ന് പറയുന്നത്. കമ്പനിയുടെ ഫണ്ടമെൻ്റൽ സൈഡ് നമ്മൾ പഠിക്കുക എന്നുള്ളത്. അത് ബേസ് മുതൽ അഡ്വാൻസ് ലെവൽ വരെ നമുക്ക് പഠിക്കണം. രണ്ടാമത് നോളേജിനെയും നമുക്ക് ഡിവൈഡ് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ 2ഉം 3ഉം എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ നമുക്ക് വെൻ ടു ബൈ ആൻഡ് വെൻ ടു സെല്ല് എന്നുള്ളതാണ്. എപ്പോൾ വാങ്ങിക്കണം എപ്പോൾ വിൽക്കണം എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ആണ് 2ഉം 3ഉം. ഇപ്പം നോളേജ് എടുക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ഡിവൈഡ് ചെയ്യണം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വാട്ട് ടു ബൈ, ഏത് ഷെയർ ഞാൻ വാങ്ങിക്കണം, അതിനെ പറയുന്ന പേര് ഫണ്ടമെൻ്റൽ അനാലിസിസ് എന്നാണ്. പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് എപ്പോൾ വാങ്ങിക്കണം എപ്പോൾ വിൽക്കണം എന്ന് പറയുന്ന സ്റ്റഡിയാണ്. ആ സ്റ്റഡിയുടെ പേരിനെയാണ് നമ്മൾ ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത്. നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് കാണുമ്പോൾ ഒരു ഗ്രാഫ് ചാർട്ട് വരുന്നത് കാണാമല്ലോ, ഗ്രീനിൻ്റെയും റെഡിൻ്റെയും ആയിട്ടുള്ള ക്യാൻഡിൽ സ്റ്റിക്കുകളെ കുറിച്ചുള്ള പഠനം. അതിലാണ് നമ്മൾ എപ്പോൾ വാങ്ങിക്കണം എപ്പോൾ വിൽക്കണം എന്ന് പറയുന്ന പഠനം ഇരിക്കുന്നത്. അപ്പോൾ നോളേജ് എടുക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് 3 ക്വസ്റ്റ്യൻസ് ആക്കി നമ്മൾ അതിനെ തിരിക്കണം. ഏത് ഷെയർ വാങ്ങിക്കണം എന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽ അനാലിസിസ്, എപ്പോൾ വാങ്ങിക്കണം എപ്പോൾ വിൽക്കണം എന്ന് പറയുന്നത് ടെക്നിക്കൽ അനാലിസിസ്. ഇതിൻ്റെ ഒരു കമ്പൈൻഡ് കോമ്പിനേഷൻ മോഡാണ് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള നോളേജ് ഉണ്ടാവുക. സോ താങ്ക് യു സോ മച്ച്. ഓക്കെ.